ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഞാൻ ഇന്നിവിടെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 കിലോ അരിയുടെ തേങ്ങാച്ചോറ് വെക്കണം. ഇന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അതിനായിട്ട് ആ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ആ കപ്പിന് 4 കപ്പ് തേങ്ങാപ്പാൽ അളന്ന് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കറി മസാല, ആവശ്യത്തിന് ഇച്ചിരി മല്ലിപ്പൊടി, കറി മസാലയിൽ കിടക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക ഇച്ചിരി അതിനകത്തുനിന്ന് ഞാൻ ഇച്ചിരി എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അരി തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് അതവിടെ ഇരുന്ന് വെന്തോളും. അപ്പോഴത്തേന് നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലത്തെ 2 കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേന് കുഞ്ഞ് 2 സവാളയും 2 പച്ചമുളകും കൂടെ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് അതിന് ശേഷം ഞാൻ ചിക്കൻ വറുത്തതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. ചിക്കൻ വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെ സവാള വഴറ്റിയിട്ട് അതിലേക്ക് പൊടികളെല്ലാം ചേർക്കണം. നിങ്ങളുടെ ആവശ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ഇട്ടത്. അതിന് ശേഷം പൊടികളായ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇതെല്ലാം ഇട്ട് ഒന്ന് പച്ചമണി മാറി വരുമ്പോഴത്തേനും തക്കാളി പേസ്റ്റാക്കി ചേർത്തിട്ടുണ്ടായിരുന്നു. അതാ അത്ര വെള്ളം പോലെ ആയത്. ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം ഒഴിച്ചപ്പോഴത്തേന് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിക്കാൻ മാറ്റി വെച്ച കറി റെഡിയായി കേട്ടോ. അതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്നോരോന്നായിട്ട് കറക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി, ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ചേർത്താണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഇനി പരിപ്പ് കറി വെക്കാം. പരിപ്പ് കറി വെക്കാനായിട്ട് പരിപ്പ് വറുത്തിട്ടുണ്ടായിരുന്നു. പരിപ്പ് വറുത്തിട്ട് തേങ്ങ അരപ്പൊക്കെ ചേർത്ത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉച്ചയ്ക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. സലാഡും പപ്പടവും എക്സ്ട്രാ ഉണ്ട്. ബാക്കിയെല്ലാം നേരത്തെ കാണിച്ചതൊക്കെ തന്നെ.